സർ, ഇറാനും ഇസ്രയേലും തമ്മിൽ ഒരു യുദ്ധം, അത് പല സാഹചര്യങ്ങളിലുള്ള അവസരം ഒത്തുവന്നെങ്കിലും പലപ്പോഴും ഇസ്രയേൽ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്. എന്ത് കാരണങ്ങൾ കൊണ്ടോ അത് നടക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇറാൻ്റെ ചില നടപടികൾ യുദ്ധത്തിലേക്ക് ഇസ്രയേലിനെ കൊണ്ട് എന്ന് എത്തിക്കുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ നടന്നാൽ ഇതിൽ ആർക്കാണ് ശക്തി, ആരായിരിക്കും ജയിക്കുക എന്നൊരു ആകാംക്ഷയുണ്ട്. അങ്ങനെ സാറ് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതിനെപ്പറ്റി നമുക്ക് വിവരങ്ങളൊക്കെ ലഭ്യമാണ്. ഞാനിത് സംസാരിക്കുന്നത് ഗ്ലോബൽ ഫയർ പവർ 2024 ഇൻഡെക്സ് അങ്ങനെ അവൈലബിൾ ആണ്. ഗ്ലോബൽ ഫയർ പവർ ആർക്കാണ് ശക്തി, അതിൻ്റെ ഇൻഡെക്സും ഒക്കെ ഓരോരുത്തർക്കുമുള്ള സൈന്യം എത്ര, ആയുധങ്ങൾ എത്ര, ഇതൊക്കെ എന്നും തിരിച്ച് തന്നെ ഉണ്ട്. ഇറാനാണ് സ്വാഭാവികമായും ആൾബലം കൂടുതൽ, 10 ഇരട്ടി ജനസംഖ്യയുണ്ട്. ഇസ്രയേലിനേക്കാൾ 10 ഇരട്ടി ജനസംഖ്യ ഇറാനുണ്ട്. അപ്പോൾ ഗ്ലോബൽ ഫയർ പവർ 2024 ഇൻഡെക്സിൽ പറയുന്നത് ഇറാൻ്റെ ജനസംഖ്യ 8.75 കോടി, ഇസ്രയേലിൽ 90 ലക്ഷം ആളുകളാണ് ഉള്ളത്. 1 കോടിയിൽ താഴെയാണ്. കേരളത്തിനേക്കാളൊക്കെ എത്രയോ താഴെയാണ്. ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സേന ഇറാനിലാണ്. പശ്ചിമേഷ്യയിലെ വെസ്റ്റ് ഏഷ്യ 5,80,000 പേർ അവരുടെ സേനയിലുണ്ട്. ഇറാൻ്റെ 2 ലക്ഷം പേര് റിസർവ് സേനകളിലും ഉണ്ട്. അങ്ങനെ ഇറാനാണ് കൂടുതൽ ആൾബലം സൈനികരുടെ എണ്ണത്തിൽ ഉള്ളത്. പക്ഷെ പ്രതിരോധ ചെലവിൽ എത്രയോ മുമ്പിലാണ്. അത്യാധുനിക ആയുധമൊക്കെ ഉള്ളതുകൊണ്ട് പ്രതിരോധ ചെലവിൽ ഇസ്രയേൽ വളരെ മുമ്പിലാണ്. ഗ്ലോബൽ ഫയർ പവർ പറയുന്നതനുസരിച്ച്, ഇൻഡെക്സ് അനുസരിച്ചിട്ട് ഇസ്രയേലിൻ്റെ ബജറ്റ് $24 ബില്യൺ. പക്ഷേ ഇറാൻ്റെത് 9.95 ബില്യൺ മാത്രമാണ്. പിന്നെ ഇറാന് ഇത്രയും ഒന്നും പൈസ ഇല്ലല്ലോ, ദാരിദ്ര്യം ഉള്ള സ്ഥലമാണ്, ധാരാളം ഉപരോധമൊക്കെ ഉണ്ട്, ആയുധം കിട്ടാനും വഴിയില്ല, കൊടുക്കാനായിട്ട് പൈസയില്ല. അതുകൊണ്ട് അതായത് 1/3 ഇസ്രയേലിൻ്റെ പ്രതിരോധ ചെലവിൻ്റെ 1/3 ഇറാൻ വരുന്നുള്ളൂ. അപ്പോൾ ചെറിയ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ടാവുള്ളൂ. പക്ഷേ ഇറാന് IRGC എന്ന് പറയുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അപ്പോൾ ബജറ്റ് കുറവാണെങ്കിലും പട്ടാളത്തിന് പൈസ കിട്ടാനായിട്ട് വേറൊരു വഴിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇറാൻ്റെ പട്ടാളം വേറെ കുറേ കച്ചവടങ്ങൾ നടത്തുന്നുണ്ട്. അത് ഈ ചൈനയിലെ പട്ടാളവും അവിടുത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലൊക്കെ നടത്തുന്നതൊക്കെ പട്ടാളമൊക്കെയാണ് എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർ ഈ സൈനിക ബജറ്റ് കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. ടെഹ്റാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളിലെ 5/1 വിപണി മൂല്യവും ഈ പട്ടാളത്തിൻ്റെ കയ്യിലാണ്. എന്ന് പറഞ്ഞാൽ ആ കമ്പനികളിൽ എന്താ പറയുക നിക്ഷേപിച്ചിട്ടുണ്ട്. അതിൻ്റെ മൊത്തം ഷെയറിൻ്റെ ഇതൊക്കെ വരുമല്ലോ, മാർക്കറ്റ് ക്യാപ്, അത് 5/1 ഈ പട്ടാളത്തിൻ്റെ കയ്യിലാണ്. ആയിരക്കണക്കിന് വേറെ കമ്പനികൾ പട്ടാളം നടത്തുന്നുണ്ട് അവിടെ. അതിനും പുറമെ അധോലോക ഒരു സമ്പദ് രംഗം, അത് മുഴുവൻ പട്ടാളത്തിൻ്റെ കയ്യിലാണ്. ആയുധത്തിൽ ഇസ്രയേലാണ് മുന്നിൽ, ആൾബലത്തിൽ ഇറാനാണ് മുന്നിലെങ്കിൽ ആയുധത്തിൽ ഇസ്രയേലാണ് മുന്നിൽ. വ്യോമശക്തി അത് ഇസ്രയേലിനാണ് കൂടുതൽ. ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് അനുസരിച്ചിട്ട് ഇസ്രയേലിന് 612 വിമാനങ്ങളുണ്ട്, യുദ്ധവിമാനങ്ങൾ. ഇറാന് 551 എണ്ണേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു 100 എണ്ണത്തിൻ്റെ വ്യത്യാസമുണ്ട്. ഏറ്റവും ആധുനിക വിമാനങ്ങൾ ഇസ്രയേലിനുണ്ട്. അമേരിക്കയൊക്കെ കൊടുക്കുമല്ലോ, F-15, F-16, F-35 ഈ ശ്രേണിയിലുള്ള വിമാനങ്ങളൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ. പിന്നെ അയേൺ ഡോം പോലുള്ള സൗകര്യങ്ങൾ, മിസൈൽ ഇൻ്റർസെപ്റ്റ് ചെയ്യാനുള്ളത്. പിന്നെ വേറെയും അങ്ങനത്തെ മിസൈലുകളുണ്ട്. ഡേവിഡ്സ് സ്ലിംഗ്, ആരോ, പാട്രിയറ്റ്
ഈ മിസൈലുകളൊക്കെ ഉണ്ട്. ഈ ലോങ് റേഞ്ച് ഭൂഖണ്ഡാന്തര മിസൈലുകൾ വരുമല്ലോ, ബാലിസ്റ്റിക്, അതിനെയൊക്കെ തകർക്കാൻ കഴിയുന്ന മിസൈലുകൾ അമേരിക്ക കൊടുത്തിട്ടുണ്ട്. ആരോ എന്ന് പറയുന്ന അമേരിക്കയും ഇസ്രയേലും കൂടി സംയുക്തമായിട്ട് വികസിപ്പിച്ചെടുത്ത മിസൈലാണ്. ഇറാനിൽ നിന്നൊക്കെ 2000 കിലോമീറ്റർ താണ്ടിയൊക്കെ വരുന്ന മിസൈലിനെ ശരിപ്പെടുത്താൻ പറ്റിയ സാധനമാണ് അത്. ഇറാന് ആയുധങ്ങളൊക്കെ അത്ര മോശമൊന്നുമല്ല. ഫത്തേ മിസൈൽ, ഫത്തേ 2 എന്നൊക്കെ പറഞ്ഞിപ്പോൾ ഇസ്രയേലിലേക്കൊക്കെ അയച്ച ഹൈപ്പർസോണിക് മിസൈലുകളൊക്കെ കയ്യിലുണ്ട്. അതുപോലെ അവർക്ക് ക്രൂസ് മിസൈലുകൾ, കപ്പലിൽ നിന്ന് അയക്കാവുന്ന മിസൈലുകൾ ഉണ്ട്. പിന്നെ കപ്പൽ വേദ മിസൈലുകൾ, കപ്പലിനെതിരായ മിസൈലുകൾ അവരുടെ കയ്യിലുണ്ട്. 2000 കിലോമീറ്ററൊക്കെ പോകുന്ന ബാലിസ്റ്റിക് മിസൈലുണ്ടെന്ന് ഇപ്പോൾ ഇസ്രയേലിനെ ആക്രമിച്ച് തെളിയിച്ച് കഴിഞ്ഞതാണ്. അത് രഹസ്യമൊന്നുമല്ല. ഈ സൈനിക പരേഡുകളിലൊക്കെ അവർ പ്രദർശിപ്പിക്കാറുണ്ട് അവർക്കിടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ. ഇറാൻ ഡ്രോണുകൾ, റഷ്യ ഉക്രൈനിൽ ഇപ്പോൾ ഉപയോഗിച്ച കുറേ ഡ്രോണുകൾ അത് ഇറാൻ വികസിപ്പിച്ചതാണ്. ഇറാൻ റഷ്യക്ക് കൊടുത്തതാണ്. സുഡാനിലും ഇറാൻ്റെ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. കര യുദ്ധത്തിന് പറ്റിയ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇസ്രയേലിൻ്റെ കയ്യിൽ 1370 ടാങ്കുകളുണ്ട്. ഇസ്രയേലിൻ്റെ കയ്യിൽ അടുത്ത് 1370 ടാങ്കുകൾ, ഇറാൻ്റെ അടുത്ത് 1996 ടാങ്കുകൾ. അപ്പോൾ ഇറാൻ്റെ അടുത്താണ് ടാങ്കുകൾ കൂടുതൽ. ഇസ്രയേലിന് ആധുനിക മെർക്കാവ ടാങ്കുകളുണ്ട്. നല്ല ബോഡിയൊക്കെയുള്ള ടാങ്കുകളാണ്. അപ്പോൾ ഈ മോഡേൺ ടാങ്കുകൾ ഇസ്രയേലിൻ്റെ കയ്യിലാണ് ഉള്ളത്. അതാണ് വ്യത്യാസം. 2 സേനയ്ക്കും നാവികപ്പട കാര്യമായിട്ടില്ല. ചെറിയ ബോട്ടുകൾ ഒക്കെ ആക്രമിക്കാൻ ഒക്കെ ഇറാന് പറ്റുള്ളൂ, അതിൻ്റെ നാവിക ശക്തി വെച്ചിട്ട്. ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് അനുസരിച്ച് ഇറാന് 101 കപ്പലുണ്ട്. ഇസ്രയേലിന് 67 ഉള്ളൂ. 19 മുങ്ങിക്കപ്പലാണ് ഈ ഇറാൻ്റെത്. ഇസ്രയേലിന് 5 ഉള്ളൂ അന്തർവാഹിനി. പക്ഷെ ആണവശക്തി അത് ഇസ്രയേലാണ് ഇറാനേക്കാൾ. കാരണം ഇറാൻ ഒരിക്കലും ആണവശക്തി ആകരുത് എന്ന് നിശ്ചയദാർഢ്യമുള്ള രാജ്യമാണ് ഇസ്രയേൽ. അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരെ, ഈ ആണവ ശാസ്ത്രജ്ഞന്മാരെയൊക്കെ ഉന്മൂലനം ചെയ്തിട്ടുണ്ട്, ആണവ നിലയങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ സിറിയയിൽ കൊണ്ടുപോയി ആണവ നിലയം പണിയാന്ന് വെച്ചിട്ട് ഇറാൻ അങ്ങനെ ചെയ്തു നോക്കി, അതും നശിപ്പിച്ചു ഇസ്രയേൽ. അപ്പോൾ ആണവരംഗത്ത് ഇസ്രയേലാണ് മുമ്പിൽ. സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ കണക്കനുസരിച്ചിട്ട് ഇസ്രയേലിന് 80 ആണവ ബോംബുകൾ ഇസ്രയേലിൻ്റെ കയ്യിലുണ്ട്. 80. അതിൽ 30 ഗ്രാവിറ്റി ബോംബുകളാണ്. അത് വിമാനങ്ങൾ കൊണ്ടുപോയി ഇടുന്ന ബോംബ്, ഗ്രാവിറ്റി ബോംബുകൾ. 50 ജെറിക്കോ 11 ബാലിസ്റ്റിക് മിസൈലുകളാണ്. ഈ മിസൈലുകളിൽ ഈ ആണവായുധം ഘടിപ്പിക്കും, അതിൻ്റെ വാർഹെഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ബാലിസ്റ്റിക് മിസൈലിൽ ഘടിപ്പിക്കുന്ന 50 ജെറിക്കോ മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ. അതാണ് ജെറൂസലേമിന് കിഴക്ക് ഈ ഒരു താവളം ഉണ്ട്, ജെറൂസലേമിന് കിഴക്ക്. ആ താവളത്തിലെ ഗുഹകളൊക്കെ പണിതിട്ട് അവിടെയാണ് ഈ ആണവ ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് വിവരം. അമേരിക്കയും ഇസ്രയേലും ഇറാനെ സാധാരണഗതിയിൽ നേരിട്ട് ആക്രമിച്ച ചരിത്രമില്ല. ഇറാഖിനെയൊക്കെ ആക്രമിച്ചിട്ടുണ്ട്, ബാക്കി രാജ്യങ്ങളെയൊക്കെ ആക്രമിച്ച ചരിത്രമൊക്കെ നമുക്കറിയാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞവരെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു അച്ചുതണ്ട് ഇറാൻ. അതാണ് ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തികൾ, സിറിയ, ഇങ്ങനെ ചുറ്റുമുള്ള രാജ്യങ്ങൾ. ഇപ്പൊ വേണമെങ്കിൽ ചെയ്യാമെന്ന് നമുക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ഹമാസിനെ കൈകാര്യം ചെയ്തു, ഹിസ്ബുള്ളയെ കൈകാര്യം ചെയ്തു. അപ്പൊ ആ പ്രോക്സി വാർ ഇറാന് വേണ്ടി നിഴൽ യുദ്ധം നടത്തുന്ന ശക്തികളെ അത്യാവശ്യം ഒന്ന് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹിസ്ബുള്ളയും കൂടി കൈകാര്യം ചെയ്തപ്പോഴാണ് ഇറാൻ ആക്രമിച്ചിരിക്കുന്നത്.
അപ്പോൾ ഇറാനാണെന്ന് പ്രത്യക്ഷമായി അല്ലേ? പ്രത്യക്ഷമായി. ഇനിയിപ്പം നേരിട്ടുള്ള യുദ്ധം ആണല്ലോ വേണ്ടത്. മറ്റവരെയൊക്കെ കൈകാര്യം ചെയ്ത് ഇസ്രായേൽ വന്നു, ഇനി നേരിട്ട് മുട്ടും. കാരണം അത് ഇസ്രായേലിന് വ്യക്തമായിരുന്നു. നെതന്യാഹുവും പറയുകയും ചെയ്തിരുന്നു, താമസിയാതെ 200ഓളം മിസൈലുകൾ വന്ന് പതിക്കും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ കാരണം അവിടെ ഇഷ്ടംപോലെ ചാരന്മാർ ഉള്ളതാണ്. അപ്പോൾ ആ വിവരമൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ആ പ്രോക്സി വാറിന് ചുറ്റും ആളുകൾ ഉണ്ടായിരുന്നുകൊണ്ട് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറാനെ ആക്രമിക്കാൻ പോയി കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും നിന്നൊക്കെ ഇസ്രായേലിൻ്റെ സൈന്യം ഒരു സ്ഥലത്ത് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല സ്ഥലത്തു നിന്നും ആക്രമണം വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും. അതിൻ്റെ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഇസ്രായേലിൻ്റെ കൂടെ അമേരിക്കയുണ്ട്. ബൈഡൻ പറഞ്ഞിട്ടുണ്ട്, ഇനി ഇറാൻ മിസൈൽ അയച്ചാൽ നമ്മൾ വെടിവെച്ചിടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സേനാംഗങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. 40,000 അമേരിക്കൻ സോൾജേഴ്സ് മിഡിൽ ഈസ്റ്റിലുണ്ട്, പല രാജ്യങ്ങളിലായിട്ട് ഉണ്ട്. സൗദിയിലും ഖത്തറിലും ഒക്കെ ആയിട്ടുണ്ട്. ഇറാഖിലുണ്ട് കുറേ പേര്, 50,000 പേര്. ഇപ്പം പുതുതായി കുറേ പേര് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ ആക്രമിക്കുന്ന അറിയാവുന്നതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറെ ആളുകളെ കൂടി അയച്ചു, കുറെ പേരെ കൂടി അയച്ചു, ഒരു പകുതി പേരെ കൂടി അയച്ചു. ഏതൊരു സമയത്തും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇവരെയൊക്കെ ഉപയോഗിക്കാം. 2,000-3,000 പേരെയാണ് അയച്ചതെന്ന് ചില സ്ഥലത്ത് കാണാം. പക്ഷെ പകുതിയോളം പേരെ പുതുതായിട്ട് അയച്ചു. കാരണം അവരുടെ ബ്രീഫിങ്ങിൽ അമേരിക്ക എത്ര പേരെയാണ് അയച്ചത് എന്നുള്ള എണ്ണം പറഞ്ഞില്ല കൃത്യമായിട്ട്. അത് രഹസ്യമായിട്ട് ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കിയാൽ ആൾബലം ഇറാഖിൻ്റെ ഭാഗത്ത് ഉണ്ടെങ്കിൽ ഇറാൻ്റെ ഭാഗത്ത് ഉണ്ടെങ്കിലും കരയുദ്ധത്തിൻ്റെ കാര്യം വരുമ്പോഴും നല്ല ടാങ്കുകളൊക്കെ ഇസ്രായേലിനാണ്. ആണവായുധത്തിലും മുമ്പിലാണ്, വ്യോമസേനയിൽ ആണ്. പിന്നെ കൂടുതൽ ആയുധങ്ങൾ, കൂടുതൽ പൈസ ചെലവാക്കുന്നത്, ആധുനിക ഉപകരണങ്ങൾ മുഴുവൻ ഇറാനെ എതിരാണ് അല്ലേ? അതെ, അതാണ് ഇറാനെതിരായ രീതിയിലാണ്. മാത്രമല്ല ശക്തിയുടെ കാര്യം നോക്കുമ്പോൾ നമ്മൾ അമേരിക്കയും കൂടി നോക്കണം. അതെ, അമേരിക്കയും കൂടെ നോക്കണം. ഇസ്രായേലിൻ്റെ കൂടെ അമേരിക്കയും കൂടി ഉണ്ടല്ലോ. ഈ എന്തെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാഹചര്യം വരുമോ? ഇറാൻ അങ്ങനെ കയറി മുട്ടുമോ ഇസ്രായേലിൻ്റെ അടുത്ത് ഇനി? അല്ല, ഇപ്പം ചെയ്തതിന് എന്തായാലും ഇസ്രായേൽ തിരിച്ചടി, അത് ഉറപ്പാണ്. തിരിച്ചടിച്ച് അത് ഇസ്രായേലിൻ്റെ ഒരു പാരമ്പര്യം, പൈതൃകം അങ്ങനെയാണ്. അല്ലാതെ സഹിഷ്ണുത എന്ന് പറഞ്ഞ പരിപാടി യുദ്ധത്തിലില്ല. അല്ലാത്ത കാര്യങ്ങളിലൊക്കെ ആകാം. നമ്മൾ ഇന്ത്യയിൽ സഹിഷ്ണുത എല്ലാ കാര്യങ്ങളിലും ആകാന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന കൂട്ടരാണ് ഈ ഹിന്ദുക്കള്. പക്ഷെ ശാസ്ത്രധർമ്മം എന്ന് പറഞ്ഞിട്ടുള്ള സാധനം വേറെയാണ്. അത് യുദ്ധം ചെയ്യാനുള്ളതാണ്. എന്തായാലും ഇസ്രായേലിന്റെ ഒരു തിരിച്ചടി ഉടനെ ഉണ്ടാവുമെന്നുള്ളത് ഉറപ്പായി. അതൊക്കെ ഉറപ്പാണ്. അത് നെതന്യാഹു പറഞ്ഞിട്ടുമുണ്ട്, തിരിച്ചടിച്ചിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് എന്നുള്ളത് നോക്കുക. മിക്കവാറും തിരിച്ചടി ഇപ്പോൾ അവർ മൊസാദ് കേന്ദ്രത്തിലേക്കാണ് നോക്കിയത്. അതെ, ഇസ്രായേൽ സാധാരണ ചെയ്യുക ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലാണ് കൈകാര്യം ചെയ്യുക. ഇനി ആയത്തുള്ള ഒരു ബങ്കറിലോ മറ്റോ ഒളിച്ചിരിക്കുകയാണെങ്കിൽ ഒരു ബങ്കർ ബസ്റ്റർ ബോംബ് സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.